തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യത്തെ ക്ലാസ് എന്ന നിലയ്ക്ക് ചുരുക്കം വാക്കുകൾ മുഖവരിയായിട്ട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ പഠന പരമ്പര യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നൽകിയ ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ പർവ്വത പ്രസംഗം, സെർമൺ ഓൺ ദ മൗണ്ട്, മത്തായി 5, 6, 7 അധ്യായങ്ങൾ വായിക്കുന്ന ആ പ്രഭാഷണം വിശദമായിട്ട് ചിന്തിച്ചാൽ വളരെയധികം ആത്മീയമായ സത്യങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ബ്ലെസ്സിങ്, ബ്ലെസ്സഡ്, ഹാപ്പി, അനുഗ്രഹം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഭാഗ്യവാന്മാർ, ഇംഗ്ലീഷിലത് ബ്ലെസ്സഡ് എന്നാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആ ആദ്യത്തെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമം ശാപത്തിൻ്റെ വാക്കോടുകൂടെ അവസാനിക്കുമ്പോൾ പുതിയ നിയമം അനുഗ്രഹത്തിൻ്റെ വാക്കോടുകൂടിയാണ് യേശുക്രിസ്തു മുഖാന്തരം തുടങ്ങുന്നത്. When the Old Testament closes with a word of curse, the New Testament opens with a word of blessing. എന്തൊരു സന്തോഷകരമായൊരു കാര്യമാണത്. യേശുക്രിസ്തു അനുഗ്രഹത്തിൻ്റെ, ഭാഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രഭാഷണം, അല്ലെങ്കിൽ യേശുക്രിസ്തു നടത്തിയ ഏറ്റവും ദീർഘമായ പ്രഭാഷണം പുതിയ നിയമത്തിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ നാം കാണുന്നത്. പ്രാരംഭമായിട്ട് ഈ ഗിരിപ്രഭാഷണം എന്താണ് എന്ന് ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു രാജാവായിരിക്കുന്ന രാജ്യത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ മാനിഫെസ്റ്റോ ആണ് ഈ പർവ്വത പ്രസംഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ആ രാജാവിൻ്റെ രാജ്യത്തെ പ്രജകളിൽ കാണപ്പെടേണ്ട ജീവിത ശൈലി, അവരുടെ സ്വഭാവം, അതാണ് ഈ 3 അധ്യായങ്ങളിൽ വിവരിച്ചു കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, കർത്താവ് അക്ഷരാർത്ഥത്തിൽ രാജ്യം സ്ഥാപിക്കാൻ വരുന്നതേ ഉള്ളൂ. തൻ്റെ സഹസ്രാബ്ദ വാഴ്ച ഭാവിയിൽ നടക്കാൻ പോകുന്നേ ഉള്ളൂ. നാം അതിനായിട്ട് നോക്കി പാർക്കുകയാണ്. എന്നാൽ ഇന്ന് യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായിരിക്കുന്നത് കൊണ്ട് അവനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് അവൻ്റെ കർത്തൃത്വം അംഗീകരിച്ച സകല ഹൃദയങ്ങളിലും അവൻ രാജാവായി വാഴുന്നു. അപ്പം നമ്മുടെ ഹൃദയങ്ങളും ഒരർത്ഥത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഹൃദയമെന്ന ദൈവരാജ്യത്തിൻ്റെ രാജാവായി ക്രിസ്തുവിനെ വാഴിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിത ശൈലി, യേശുക്രിസ്തുവിൻ്റെ പ്രജകളായി, ആ രാജാവിൻ്റെ പ്രജകളായിരിക്കുന്നവരുടെ ജീവിത ശൈലി എങ്ങനെ ആയിരിക്കണമെന്നാണ് ഈ 3 അധ്യായങ്ങളിൽ നാം കാണാനായിട്ട് പോകുന്നത്. വേറൊരു ഭാഷയിൽ, പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ, ക്രിസ്തു ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസികളുടെ ജീവിത ശൈലി എങ്ങനെയുള്ളതായിരിക്കണം, യേശുക്രിസ്തുവിനെ രാജാവായി ഹൃദയങ്ങളിൽ വാഴിച്ചിരിക്കുന്ന ആ ദൈവരാജ്യത്തിലെ പ്രജകളുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം. പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യം, നാം ദൈവമക്കളായി തീരുമ്പോൾ നാം ദിവ്യ സ്വഭാവത്തിന് ഉടമകളായി തീരുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കുന്നു. ആ ദിവ്യ സ്വഭാവത്തിന് ഉടമകളായി, ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായിരിക്കുന്നവരുടെ ജീവിതശൈലി എന്തായിരിക്കണമെന്നാണ് ഈ 3 അധ്യായങ്ങളിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആത്മീയമായ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ Matthew 5, 6 and 7 present before us the lifestyle of all those who belong to the kingdom of God. ദൈവരാജ്യത്തിലെ പ്രജകളുടെ ജീവിത ശൈലി. ദൈവത്തിൻ്റെ ശക്തി കൂടാതെ ആ ജീവിതം നയിക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഉള്ളതായ ജീവിതം നയിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എങ്ങനെ രക്ഷിക്കപ്പെടണമെന്നല്ല ഈ 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ നാം രക്ഷിക്കപ്പെടും എന്നല്ല ഈ ഉപദേശം നമ്മോട് പറയുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നിട്ടുള്ളവരുടെ സ്വഭാവം, അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നാണ് ഈ 3 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. ഈ
പർവ്വത പ്രസംഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന യഹൂദ മതത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഈ വാക്കുകൾ സംസാരിക്കുന്നത്. ആ കാര്യം വിശദമായിട്ട് നാം പുറകെ പഠിക്കുന്നതായിരിക്കും. അങ്ങനെ ബാഹ്യമായ ചില ചടങ്ങുകൾ ആചരിക്കുന്നതാണ്, അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതാണ് ദൈവഭക്തി എന്ന് വിശ്വസിച്ചിരുന്ന യഹൂദന്മാരുടെ മധ്യത്തിൽ അതല്ല, അതിനേക്കാൾ ഉപരിയായി യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ജീവിതത്തിൽ കാണപ്പെടേണ്ടതാണ്. നമ്മുടെ ഹൃദയ നിലയാണ് അതിൽ പ്രധാനം എന്ന് ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശം നമ്മെ ഓർപ്പിക്കുക. ബാഹ്യമായ വേഷഭക്തിയിലല്ല, ചില ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലല്ല, ചില ഉപദേശങ്ങൾ വിശ്വസിക്കുന്നതിൽ മാത്രമല്ല, ജീവിതത്തിൽ അത് വെളിപ്പെടുന്നതാണ് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ള വലിയ സത്യമാണ് ഈ പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നത്. ഈ പർവ്വത പ്രസംഗത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാര് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. നാം പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മിക്കവാറും കാര്യങ്ങൾ അല്ല, എല്ലാ കാര്യങ്ങളും തന്നെ ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യം അത് ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രതികാരം ചെയ്യരുത് എന്നുള്ള കാര്യം അത് ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വേണ്ട, ജീവിതത്തിലെ പ്രധാനപ്പെട്ട കർത്താവ് ഇവിടെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും തന്നെ ലേഖനങ്ങളിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. What the Lord Jesus taught in this sermon is explained by the apostles in the epistles. അപ്പോൾ ഇതിന്റെ വിശദമായ പഠിപ്പിക്കലുകൾ ലേഖനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞ ആ ഭാഗം മുഖവരി അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിനെ രാജാവായി വാഴിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലുള്ള പ്രജകൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ട നിയമങ്ങൾ, അവരുടെ ജീവിത ശൈലി, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരിൽ കാണപ്പെടേണ്ട സ്വഭാവം, അതാണ് ഈ 3 അധ്യായങ്ങളിൽ നാം പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഈ ഭാഗത്തുള്ള ആത്മീയമായ സത്യങ്ങൾ നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യാനായിട്ട് പോകുകയാണ്. നമ്മുടെ കർത്താവ് ഈ പറഞ്ഞിരിക്കുന്നത് പോലൊക്കെ ജീവിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം ചെയ്തത്. ശത്രുക്കളെ സ്നേഹിപ്പീനെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ തൻ്റെ ജീവിതത്തിൽ തന്നെ അത് വളരെ പ്രകടമായി താൻ കാണിച്ചു. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ തൻ്റെ ജീവിതത്തിൽ താൻ അത് കാണിച്ചു. തൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കുറെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നില്ല കർത്താവ്. ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കുമ്പോൾ തൻ്റെ തന്നെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് കർത്താവ്, പ്രദർശിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് മറ്റുള്ളവരോട് ഈ ഉപദേശങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി ഈ വേദഭാഗത്തിലേക്ക് കടക്കാം. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഈ 1-ാമത്തെ വാക്യത്തിൽ പുരുഷാരം അവിടെ ഉണ്ട്, പിന്നെ ശിഷ്യന്മാരവിടെ ഉണ്ട്, അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ പ്രൈമറി ഓഡിയൻസ് ശിഷ്യന്മാരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ പുരുഷാരവും ഇത് കേട്ടു. അത് ഈ പ്രസംഗത്തിന്റെ ഒടുവിൽ അത് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. 5, 6, 7 അധ്യായങ്ങളാണല്ലോ. ഈ 7-ാം അധ്യായത്തിൽ ഈ പർവ്വത പ്രസംഗം തീരുമ്പോൾ അതിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. അപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്ന് പറഞ്ഞാൽ പുരുഷാരവും ഇത് കേട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് പ്രധാനമായി ഇത് ശിഷ്യന്മാരോടായിരിക്കാം പറഞ്ഞത്, പക്ഷേ പുരുഷാരം അവിടെ ഉണ്ടായിരുന്നുവെന്ന് 1-ാം വാക്യത്തിലും ഈ പ്രസംഗത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലുമുണ്ട്. അതുകൊണ്ട് കേവലം ശിഷ്യന്മാര് മാത്രമല്ല ഈ പ്രഭാഷണം കേട്ടത്, പുരുഷാരവും മറ്റുള്ളവരും ഈ പ്രഭാഷണം കേട്ടുവെന്ന് നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാവുന്നതാണ്. നമുക്ക് പ്രാരംഭമായിട്ട് അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. അതിനുശേഷം അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി
അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി ഒഴിഞ്ഞ് അവരോട് ഉപദേശിച്ചെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കും ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കും തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്കും കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. 5-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഭാഗ്യപ്രസ്താവനകൾ എന്നറിയപ്പെടുന്ന ഭാഗം. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതുകൊണ്ടാണ് ഭാഗ്യപ്രസ്താവനകളെന്ന്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ദ ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് യു ഷുഡ് ഹാവ്, നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മനസ്സിന്റെ നിലയെക്കുറിച്ചാണ്. ആത്മാവിലെ ദാരിദ്ര്യം, ദുഃഖിക്കുന്നവർ, നീതിക്ക് വേണ്ടി വിഷം ദാഹിക്കുന്നവർ, ഇതെല്ലാം ഹൃദയത്തിന്റെ നിലയെക്കുറിച്ചാണ് പറയുന്നത്, ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചല്ല. നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ നാം പാലിക്കേണ്ടതായ നില, അതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ഈ ഭാഗം ആധാരമാക്കി ഒരു ക്യാമ്പിൽ ഒരു ബൈബിൾ ക്ലാസ് നടന്നു. അപ്പോൾ അതിൻ്റെ ആ ബൈബിൾ ക്ലാസ്സിന്, അവരുടെ ബൈബിൾ ക്ലാസ്സിന് കൊടുത്ത പേര് ലോർഡ് ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ്. ഓഫ് കോഴ്സ് ആ ക്ലാസ് 3 അധ്യായം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 12 വാക്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ആ ക്യാമ്പിലെ പഠന വിഷയം. അപ്പോൾ ആ ആദ്യത്തെ 12 വാക്യങ്ങളായിരുന്നു അവരുടെ പഠന വിഷയം. അതിനവരിതുപോലെ നോട്ടൊക്കെ ഉണ്ടാക്കി. ആ നോട്ടിന്റെ മുൻപിൽ അവർ എഴുതിയിരുന്നത്, ക്യാമ്പിന്റെ തീം എന്ന് പറയുന്നത് ലോർഡ് ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ്. കർത്താവേ, ഞങ്ങളുടെ മനോനില, മനോഭാവം മാറ്റണമേ. ഇന്ന് രാവിലെ പർവ്വത പ്രസംഗത്തിലെ ബിയാറ്റിറ്റ്യൂഡ്സ് പഠനം നാം തുടങ്ങുമ്പോൾ നമുക്കും അത് നമ്മുടെ മുമ്പാകെ ഒരാപ്തവാക്യമായിട്ട് വെക്കാം. ഈ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പഠനം തുടരാം. എന്താ? ലോർഡ്, as I consider these attitudes that you taught us, change our attitude also. കർത്താവേ, നീ പഠിപ്പിച്ച ഈ ബിയാറ്റിറ്റ്യൂഡ്സ്, ഇന്ന മനോഭാവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നുള്ള ഈ പഠനം ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രാർത്ഥന, ഞങ്ങളുടെ മനോഭാവത്തെ ഒന്ന് മാറ്റണമേ. ആത്മാർത്ഥമായിട്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പഠനം തുടങ്ങാം. കർത്താവേ, ഈ പഠനം ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ മനോനില എന്തായിരിക്കണം? ഏത് മനോഭാവമാണ് നിന്റെ മക്കളായ ക്രിസ്തു ശിഷ്യന്മാരായ ദൈവരാജ്യത്തിലെ പ്രജകളായ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, പുലർത്തേണ്ടത് എന്നുള്ളത് ഞങ്ങൾ പഠിക്കുമ്പോൾ ആ പഠനം നിമിത്തം കേവലം ബുദ്ധിയിൽ അറിവ് വികസിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളുടെ മനോഭാവം ഒന്ന് മാറാൻ, ശരിയായ മനോഭാവത്തിലേക്ക്, നീ ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന മനോഭാവത്തിലേക്ക് വരാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ പഠനം തുടരാം. ഈ പഠനത്തിൽ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഭാഗ്യപ്രസ്താവനകളിൽ നാം വായിക്കുന്നത് യഥാർത്ഥ ഭാഗ്യം എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥ ബ്ലെസ്സഡ്നെസ്, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്താണ്, സന്തോഷമായ അവസ്ഥ എന്താണ്. ഇവിടെ ഇംഗ്ലീഷിൽ ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ് എന്നാണ്. ബ്ലെസ്സഡ് എന്നുള്ള വാക്കാണ്. ചില തർജ്ജമകളിൽ ഹാപ്പി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതും ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്. ബ്ലെസ്സഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന് ഹാപ്പി എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 2 നിലകളിലും ഇത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ മനോഭാവങ്ങൾ, അനുഗ്രഹത്തിന്റെ മനോഭാവങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ വാസ്തവത്തിലുള്ള അനുഗ്രഹം, സന്തോഷം, സംതൃപ്തി, സന്തുഷ്ടി ബാഹ്യമായി നമുക്കുള്ള കാര്യങ്ങളുടെ വർധനവിൽ, ലക്ഷറിയിലല്ല, നമ്മുടെ ഹൃദയത്തിന്റെ നിലയിലാണ് വാസ്തവത്തിൽ ഇരിക്കുന്നത്. ജീവിതത്തിലെ യഥാർത്ഥ സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം നമുക്ക് വലിയ വീടുണ്ടോ, വലിയ കാറുണ്ടോ, ഇഷ്ടം പോലെ പണമുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ നില എന്താണ്, നമ്മുടെ മനോഭാവം എന്താണ്, നാം കാര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം അല്ലെങ്കിൽ സന്തുഷ്ടി ഇരിക്കുന്നത്.
the blessedness or happiness in our life is not based on the external luxuries we possess. That is based on our internal attitude. ഒരു കഥ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു രാജ്യത്ത് സകലവുമുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. സകലവുമുള്ള എന്ന് പറഞ്ഞാൽ രാജാവിന് സകലം ഉണ്ടെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ധനമുണ്ട്, മാനമുണ്ട്, കിരീടമുണ്ട്, സിംഹാസനമുണ്ട്, എല്ലാം ഉള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ രാജാവിന് എന്തുകൊണ്ടോ സന്തുഷ്ടി, തൃപ്തിയില്ലായിരുന്നു. രാജാവിന് രാത്രി കിടന്നാൽ ഉറക്കം വരികയില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ രാജാവ് തൻ്റെ ബുദ്ധിമാന്മാരായ മന്ത്രിമാരോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് എല്ലാമുണ്ട്, വീടുണ്ട്, കൊട്ടാരമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ സംതൃപ്തിയില്ല, സന്തുഷ്ടിയില്ല, സന്തോഷമില്ല. അതുകൊണ്ട് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കൊട്ടാരത്തിലെ ഒരു വിദ്വാൻ പറഞ്ഞു, അതിനൊരു പരിഹാരമുണ്ട്. അതിൻ്റെ പരിഹാരം, രാജാവിൻ്റെ രാജ്യത്തിലെ ഏറ്റവും സന്തുഷ്ടനായ ആളെ തേടി കണ്ടുപിടിക്കണം. എന്നിട്ട് അയാളുടെ ഉടുപ്പ്, അയാളുടെ ഷർട്ട് അല്ലെങ്കിൽ അയാളുടെ വസ്ത്രം മേടിച്ച് രാജാവ് ഒരാഴ്ച ധരിക്കണം. ധരിച്ചിട്ട് രാത്രി കിടന്നുറങ്ങണം. അപ്പൊ രാജാവിൻ്റെ ഈ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, അങ്ങനെ ആകട്ടെ, ആളെ നിങ്ങൾ തേടിപ്പിടിക്കുക. അപ്പോ അനുചരന്മാര് ദേശമെങ്ങും അന്വേഷിച്ചു, ആരാണ് ഈ രാജ്യത്തിലെ ഏറ്റവും സന്തുഷ്ടിയുള്ള ആള് എന്ന് അവര് തേടിപ്പിടിച്ചു. ഒടുവിൽ ഒരാളെ കണ്ടുമുട്ടി, ഏറ്റവും സന്തുഷ്ടനായ ഒരാൾ. അദ്ദേഹത്തെ കണ്ടുമുട്ടി രാജാവിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു, രാജാവേ, ഈ നാട്ടിലെ രാജാവിൻ്റെ രാജ്യത്തിലെ ഏറ്റവും സന്തുഷ്ടനായ ആളെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പൊ രാജാവ് പറഞ്ഞു, നല്ല കാര്യം, അയാളുടെ ഉടുപ്പ് കൊണ്ടുപോവാ, ഞാൻ ഇട്ടുകൊണ്ട് ഒരാഴ്ച കിടക്കട്ടെ. അപ്പോൾ ആ മന്ത്രി പറഞ്ഞു, രാജാവേ, ആളെ കണ്ടുപിടിച്ചു, പക്ഷേ ആൾക്ക് ഷർട്ടില്ല, ഉടുപ്പില്ലാത്ത ആളാ. അതുകൊണ്ട് ഉടുപ്പിടാൻ പറ്റുകയല്ല, കാരണം ഏറ്റവും സന്തുഷ്ടനായ ആൾക്ക് ഷർട്ട് പോലും ഇല്ലാത്തയാളാ. അപ്പൊ ഈ കഥ നല്ലൊരു കഥയാ. എന്താ കഥ പഠിപ്പിക്കുന്നത്? നീ ധരിക്കുന്നതിലോ നിനക്കുള്ളതിലോ നിന്റെ ജീവിതത്തിന്റെ ലക്ഷറീസിലോ അല്ല സമാധാനം, സന്തോഷം ഇരിക്കുന്നത് നിന്റെ ഹൃദയ നിലയിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാം വായിച്ച 12 വാക്യങ്ങളിൽ നല്ല ഹൃദയനില, നമുക്കുണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്തായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അതാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ നില, അതാണ് ജീവിതത്തിലെ സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഒക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ മനുഷ്യൻ പലപ്പോഴും വിചാരിക്കുന്നത്, എനിക്ക് കുറച്ചുകൂടെ പണമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും, കുറച്ചുകൂടെ സൗകര്യം കിട്ടിയാൽ ജീവിതം സംതൃപ്തിയാകുമെന്നാണ്. ഒരിക്കലുമല്ല. ദൈവമക്കളായി നാം ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ദൈവം തരുന്നതൊക്കെ എൻജോയ് ചെയ്യുക, ശരി. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ സംതൃപ്തി, അനുഗ്രഹം, ബ്ലെസ്സഡ്നെസ്, ബ്ലിസ്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്കുള്ള വസ്തുവകകളുടെ ആധിക്യത്തിലല്ല, ഹൃദയത്തിന്റെ നിലയിലാണ്. വേറൊരു ചെറിയ കഥ കൂടെ, കഥയല്ല, അതൊരു സംഭവമാണ്, എൻ്റെ മനസ്സിൽ വരുന്നത്, ഞാൻ വായിച്ചിട്ടുള്ളതാണ്. വളരെ ഭക്തിയായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി. അവരെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ആക്കി. വിദേശ രാജ്യത്ത് എവിടെയോ ആണ്. ഓൾഡ് ഏജ് ഹോമിലാക്കി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ ഹോമിൽ നിന്ന് മാറി വേറൊരു ഹോമിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അവർ താമസിച്ചിരുന്ന വൃദ്ധസദനത്തിൽ നിന്ന് മാറി വേറൊരു വൃദ്ധസദനത്തിൽ അവരെ ആക്കുക. അപ്പോഴത്തേക്ക് ഇവർക്ക് പ്രായമായി, അതിൻ്റെ കാഴ്ച മിക്കവാറും പോയി, പരസഹായം കൂടാതെ നടക്കാൻ പറ്റുകയില്ല. ഏതായാലും ആ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വണ്ടി വന്നു, അല്ലെങ്കിൽ ആംബുലൻസ് വന്നു. ഇവരെ പിടിച്ച് ആ വണ്ടിയിൽ കയറ്റി ആ പുതിയ വൃദ്ധസദനത്തിൽ ഇവരെ കൊണ്ടുചെന്ന് ഇറക്കി. എന്നിട്ട് ആ കൊണ്ടുപോകുന്ന ആള്, കൂടെയുള്ള ആള് കയ്യെ പിടിച്ച് ലിഫ്റ്റിൽ കയറ്റി പുതിയ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. പുതിയ സ്ഥലത്ത് താമസിക്കാൻ പോവുകയാണ്. കാരണം ഇവർക്ക് ശരിക്കും കണ്ടുകൂടാ. അതുകൊണ്ട് ഇനി പുതിയ സ്ഥലത്തായിരുന്നു താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലിഫ്റ്റിൽ ഇവരിങ്ങനെ മുകളിലോട്ട് പോകുമ്പോ ഈ അമ്മ പറയാണ്, ഈ സ്ത്രീ പറയാണ്, എത്ര നല്ല മുറി, എത്ര നല്ല അറേഞ്ച്മെന്റ്സ് ആണ്, നല്ല ഇടം, പാർക്കാൻ പറ്റിയ ഇടം. അപ്പോൾ ഈ കൊണ്ടുപോയ ആള് ചോദിച്ചു, അതിന് മുറി കണ്ടില്ലല്ലോ, നല്ല മുറിയാണെന്നൊക്കെ പറയാൻ. നമുക്കറിയാം, ഒരു മുറി ചെല്ലുമ്പോൾ നല്ല അറേഞ്ച്മെന്റ്, മേശ കൃത്യമായിട്ട് ഇട്ടിരിക്കുന്നു, കസേര ഇട്ടിരിക്കുന്നു, കട്ടിലൊരു സൈഡിൽ ഇട്ടിരിക്കുന്നു, ഹാങ്ങർ ഒരിടത്ത് വെച്ചിരിക്കുന്നു. ആ നല്ല അറേഞ്ച്മെന്റ് കിട്ടാൻ നമുക്കൊരു തൃപ്തി തോന്നും. അതുപോലുള്ളൊരു പ്രസ്താവനയാണ് ഈ അമ്മ നടത്തിയത്. എത്ര നല്ല മുറി, എത്ര സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊണ്ടുപോയ ആള് പറഞ്ഞു, ഇവർക്ക് കാണാനും മേല, മുറി കൊണ്ടുചെന്നാലും ഒന്ന് കാണാനുള്ള കാഴ്ചയുമില്ലല്ലോ. അപ്പൊ ഈ കൊണ്ടുചെന്ന ആള് പറഞ്ഞു, അതിന് മുറിയിലെ അറേഞ്ച്മെന്റ് ഒന്നും മാഡം കണ്ടില്ലല്ലോ,
പിന്നെ എങ്ങനെയായി നല്ല മുറിയാന്ന് നല്ലതെന്ന് പറഞ്ഞത്? അപ്പോൾ ആ അമ്മ പറഞ്ഞു, സാറ്റിസ്ഫാക്ഷൻ ഓഫ് അവർ ഹാർട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി അറേഞ്ച്മെന്റ് ഓഫ് ദ റൂം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി അറേഞ്ച്മെന്റ് ഓഫ് ദ ഹാർട്ട്. ജീവിതത്തിലെ സംതൃപ്തി എന്നുള്ളത് മുറിയിലെ അറേഞ്ച്മെന്റിനെ അനുസരിച്ചല്ല ഇരിക്കുന്നത്, ഹൃദയത്തിലെ അറേഞ്ച്മെന്റിനെ അനുസരിച്ചാ. ഹൃദയം പ്രോപ്പർലി അറേഞ്ച്ഡ് ആണെങ്കിൽ ഏത് പരിതസ്ഥിതിയിലും സന്തോഷമുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് അതാണ്. ഈ ലോകത്തിലെ ബാഹ്യമായ കാര്യങ്ങളിൽ അല്ല ജീവിതത്തിന്റെ ബ്ലെസ്സഡ്നെസ്, ബ്ലിസ്ഫുൾനെസ്, സന്തോഷം, സംതൃപ്തി ഇരിക്കുന്നത്. The happiness and blessing, satisfaction and blissfulness and blessedness of this life does not depend on what you have. It does not depend on the abundance of goods you possess. It depends on the arrangement of your heart. It depends on your attitude. നിന്റെ ഹൃദയ നിലയിലാണ് അതിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്കുകൾ നമുക്ക് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നാം വായിക്കുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഓരോ വാചകത്തെക്കുറിച്ചും വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ക്ലാസ്സിന് ഈ 12 വാക്യം മാത്രമേ ഈ ഒരാഴ്ച ഉണ്ടായിരുന്നെങ്കിലും നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഒരാഴ്ച മുഴുവൻ അല്ലെങ്കിൽ അതിലധികം പറയാനുള്ള കാര്യങ്ങൾ ഈ ഭാഗ്യപ്രസ്താവനയിൽ തന്നെ ഉണ്ട്. എന്നാൽ നമുക്ക് ഈ 3 അധ്യായങ്ങൾ ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ടതുകൊണ്ട് ഓരോന്നിനെ കുറിച്ചും ചുരുക്കി പറഞ്ഞ് മാത്രമേ പോകാൻ സാധിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഖേദവുമുണ്ട്. കാരണം അതുപോലെയുള്ള കാര്യങ്ങൾ ഈ ഓരോ ഭാഗ്യപ്രസ്താവനയിലുമുണ്ട്. ആകട്ടെ, നമുക്ക് സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നോക്കാവുന്ന അത്രയും കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞത്, ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താ ആത്മാവിൽ ദരിദ്രരായവരെന്ന് പറഞ്ഞാൽ? ആത്മീകമായിട്ട് ദാരിദ്ര്യം പിടിച്ചവർ ഭയങ്കര ഭാഗ്യവാന്മാരാണ് എന്നല്ല കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായിരുന്നു അതിൻ്റെ അർത്ഥമെങ്കിൽ നമ്മിൽ മിക്കവാറും പേര് വളരെ ഭാഗ്യവാന്മാരാണ്. ആത്മീയമായിട്ട് വളരെ ദാരിദ്ര്യത്തിലാണ് പലരും കഴിയുന്നത്. അതല്ല ഈ പ്രസ്താവനയുടെ അർത്ഥം. ആത്മീയമായിട്ട് ദാരിദ്ര്യം പിടിച്ചിരുന്നാൽ നല്ലതാണ് എന്നല്ല കർത്താവ് പറഞ്ഞത്. ആത്മാവിൽ ദരിദ്രൻ. ആട്ടെ, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ വാക്കിന്റെ അർത്ഥം എടുക്കുക. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ആവശ്യങ്ങൾ വളരെ ഉണ്ടെങ്കിലും ആ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള വിഭവം, റിസോഴ്സസ്, ഇൻകം കയ്യിലില്ലാത്തവനാണ് ദരിദ്രൻ. അപ്പോൾ ദരിദ്രൻ എന്ത് ചെയ്യും? ഒരു മാസം ഇത്രയും രൂപ വേണം, എന്ത് ചെലവാണ് ഈ കാലങ്ങളിൽ. പക്ഷേ തൻ്റെ വരുമാനം കൂലിപ്പണി ചെയ്തോ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്ന വരുമാനം ഒന്നും പോരാ. പിന്നെന്ത് ചെയ്യും? തീരെ ഇല്ലാതെ വരുമ്പോൾ തനിക്കില്ല എന്നുള്ള ആഴമേറിയ ബോധ്യത്തിൽ നിന്ന് അവൻ ബാക്കിയുള്ളവരുടെ അടുത്ത് ചെന്ന് കൈ നീട്ടാനായിട്ട് തുടങ്ങും, യാചിക്കാനായിട്ട് തുടങ്ങണം. എന്നെ ഒന്ന് സഹായിക്കണേ, മോളെ കെട്ടിക്കാനുണ്ട്, വീട് പണിയാനുണ്ട്, മകൾക്ക് അസുഖമാണ്, വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല, തീ കത്തിച്ചിട്ട് ദിവസം കുറേയായി, ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് കൈ നീട്ടും. അതാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദരിദ്രൻ എന്നുള്ള വാക്ക്, ഈ മൂലഭാഷയിൽ ദരിദ്രൻ എന്നുള്ളതിന് പല വാക്കുകളുണ്ട്. അതിൽ ഏറ്റവും ദാരിദ്ര്യത്തെ കുറിക്കുന്ന വാക്കാണ് ഇവിടെ കർത്താവ് ഉപയോഗിച്ചത്. ഈ വാക്കാണ് ലൂക്കോസ് 16 ലാസർ എന്നൊരു ദരിദ്രൻ വ്രണം പിടിച്ച് കിടന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്പസ്വല്പം ദരിദ്രനായിരുന്നെന്നല്ല അതിന്റെ അർത്ഥം. ദിസ് വേർഡ് ഡിനോട്ട്സ് അട്ടർ പോവർട്ടി, ടെറിബിളി പുവർ, ബെഗർലി പുവർ. യാചിക്കത്തക്കവണ്ണം, മറ്റുള്ളവന് മുമ്പിൽ ഇരന്ന് നടക്കത്തക്കവണ്ണമുള്ള ദാരിദ്ര്യം. അതാണ് ഈ വാക്കിന്റെ അർത്ഥം. ആത്മാവിൽ അതികഠിനമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ. അപ്പോൾ ആരാണ് ദരിദ്രൻ? തൻ്റെ കുറവുകളെ കുറിച്ച്, തൻ്റെ ഇല്ലായ്മയെ കുറിച്ച് ആഴമേറിയ ബോധ്യമുള്ളവൻ. തനിക്ക് വാസ്തവത്തിൽ വളരെയധികം വേണം, പക്ഷേ ആവശ്യത്തിനുള്ളത് തൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് മറ്റുള്ളവരോട് യാചിക്കുന്നവൻ, അതാണ് ദരിദ്രൻ. ആത്മാവിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീകമായി തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആഴമേറിയ ബോധ്യമുള്ളവൻ. ആത്മീകമായി ഞാൻ ഉയരേണ്ട അളവിൽ ഉയർന്നിട്ടില്ലല്ലോ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എത്രയോ വലുതാണ്. തിരുവെഴുത്തിൽ കൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന നിലവാരം എത്ര വലുതാണ്. ക്രിസ്തുവിനെ പോലെ ആവുക, അവൻ നടന്നതുപോലെ നടക്കുക, അവന്റെ സ്വഭാവത്തിന് അനുരൂപപ്പെടുക. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എത്രയോ ദരിദ്രനാണ്.
I have terribly fallen short of God's standards. ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്ന് വളരെ താണാണല്ലോ എൻ്റെ ജീവിതം ഇരിക്കുന്നത് എന്നുള്ള ആഴമേറിയ ബോധ്യം നിമിത്തം ദൈവത്തോട് നിലവിളിക്കുന്ന, ദൈവത്തോട് യാചിക്കുന്ന, കർത്താവേ എൻ്റെ കയ്യിലില്ല, നീ പറയുന്നത് പോലെ ജീവിക്കാനുള്ള കഴിവ് എനിക്കില്ല. ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ സ്വഭാവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. നീ എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ ഉയർന്നിട്ടില്ലല്ലോ. എത്ര താണൊരു നിലവാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ സഹായിക്കണമേ. I am utterly poor. Lord, have mercy upon me എന്ന് നിലവിളിക്കുന്ന ഒരുവന്റെ മനോഭാവം, അതാണ് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് ഒന്നിനോട് ഉദാഹരണങ്ങൾ ഞാനൊന്ന് പറയട്ടെ. സെൽഫ് സഫിഷ്യൻസി, എനിക്കെല്ലാം ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ, ഞാൻ ഓൾ റൈറ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ നേരെ ഘടകവിരുദ്ധമായ ആശയമാണ് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് വേദപുസ്തകത്തിലെ തന്നെ 2 ഭാഗം പറയാം. ഞാൻ വായിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് സമയം ലാഭിക്കാനും വായിക്കാതെ തന്നെ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയ കാര്യമുണ്ട്. അവിടെ പരീശൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. താൻ തന്നെ പ്രശംസിച്ചുകൊണ്ട്, ഞാൻ എത്ര നല്ലവനാണ്, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പതാരം കൊടുക്കുന്നു, തന്നെ പുകഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ആ പരീശന്റെ പ്രാർത്ഥനയിൽ he was self-sufficient in his prayer. ഞാൻ എല്ലാം ശരിയാ, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ നന്നായിട്ടാണ് ജീവിക്കുന്നത്. ഈ പരീശന്റെ പ്രാർത്ഥനയിൽ യാതൊരു ആവശ്യബോധവുമില്ല, പിന്നെ യാതൊരു അപേക്ഷയുമില്ല. എന്നെ സഹായിക്കണമെന്നോ, എനിക്ക് കുറവുണ്ടെന്നോ, എനിക്ക് നിന്റെ സഹായം വേണമെന്നോ ഒരു വാക്കില്ല. അതാണ് സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത്. സ്വയം പര്യാപ്തതയിലാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ കാര്യമെല്ലാം ശരിയാ. എന്നാൽ ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന അടുത്ത് നാം വായിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചപ്പോൾ പരീശന്റെ പോലെ പല പോയിന്റുകളൊന്നും എൻ്റെ പ്രാർത്ഥനയിലില്ല. ഒറ്റ വാചകമേ ഉള്ളൂ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ: പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ആ ചുങ്കക്കാരൻ സ്വർഗത്തേക്ക് നോക്കുവാൻ മടിച്ച് തല കുനിച്ച് ദൂരത്തു നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവന്റെ ഹൃദയത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്താണ്? അവന്റെ ഹൃദയത്തിലെ എന്താ? അതാണ് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. അപ്പോ ആത്മാവിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ആ നിൽക്കുന്ന ചുങ്കക്കാരന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. അവിടെ കാണുന്നത് എന്തോ അതാണ് ആത്മാവിലെ ദാരിദ്ര്യം. എന്താ അവിടെ കാണുന്നത്? അവന്റെ കുറവിനെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള അവന്റെ കഴിവുകേടിനെ കുറിച്ചുള്ള ആഴമേറിയ ദുഃഖം അവൻ നിലവിളിക്കുകയാണ്. വേദപുസ്തകത്തിൽ വേറൊരു ഭാഗമുണ്ട് ഈ കാര്യം നമ്മെ ഓർപ്പിക്കുന്ന. വെളിപ്പാട് പുസ്തകത്തിലാണത്. അത് ലവോദിക്യ സഭയ്ക്കുള്ള ദൂത് വെളിപ്പാട് 3:17 നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദൂതിൽ ഈ ലവോദിക്യ സഭക്കാർ പറയുന്ന കാര്യം, അല്ലെങ്കിൽ അവരുടെ നിലപാട് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ? ഞാൻ ധനവാൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല, എൻ്റെ കാര്യമെല്ലാം ഓൾ റൈറ്റാണ്. ആത്മാവിലെ ദാരിദ്ര്യത്തിന് നേരെ എതിരായിട്ടുള്ള മനോഭാവമാണ് ലവോദിക്യ സഭയിലുള്ള ആളുകളുടെ ഹൃദയത്തിൽ കണ്ടത്. അപ്പോൾ എന്താ ആത്മാവിലെ ദാരിദ്ര്യം? വാട്ട് ഈസ് പോവർട്ടി ഓഫ് സ്പിരിറ്റ്? ഇറ്റ് ഈസ് an attitude where you realize your failures, your shortcomings, your inability to please God and your unChristlikeness, and therefore you are crying out to God for help and mercy. ഹൃദയത്തിലെ ആത്മീകമായ പാപ്പരത്വം, കഴിവുകേട്, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള പ്രാപ്തിയില്ലായ്മ, ദൈവത്തിന്റെ നിലവാരവുമായി തുലനം ചെയ്യുമ്പോൾ ഉള്ളതായ കുറവുകൾ, അതിനെക്കുറിച്ച് ആഴമേറിയ ബോധ്യമുണ്ടായിട്ട്, ദൈവമേ എന്നെ സഹായിക്കണമേ, ഞാനൊരു യാചകനാണ്, ഞാൻ നിന്നോട് ഇരക്കുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു എന്ന് പറയുന്ന ആ മനോഭാവം, അങ്ങനെയുള്ളവരെയാണ് ദൈവം സഹായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, രക്ഷയോടുള്ള ബന്ധത്തിലും ഇത് വളരെ ശരിയാണ്. ഒരാൾ രക്ഷിക്കപ്പെടാൻ ആദ്യം അവന് വേണ്ടത് ആത്മാവിലെ ദാരിദ്ര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു പാപിയാണ് എന്നുള്ള ആഴമേറിയ ബോധ്യം. ആ ബോധ്യമുണ്ടെങ്കിലേ രക്ഷിതാവിനെ ആവശ്യമുണ്ടെന്ന് അവൻ പറയുകയുള്ളൂ. ഞാൻ പാപിയാണെന്ന് ബോധ്യമില്ലെങ്കിൽ പിന്നെ രക്ഷകനെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല. നമ്മുടെ കർത്താവ് തന്നെ ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞല്ലോ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ?
ഒരുവൻ സുഖപ്പെടണമെങ്കിൽ അവൻ ആദ്യം ദീനമുണ്ടെന്ന് സമ്മതിക്കണം. നിനക്ക് ദീനമുണ്ടെന്ന് കേട്ടല്ലോ, ഞാനിപ്പം നിന്നെ ചികിത്സിച്ചേ പോകൂ എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറും നമ്മുടെ വീട്ടിൽ വരത്തില്ല. സൗഖ്യമാകണമെങ്കിൽ ദീനമുണ്ടെന്ന് ഒന്നാമത് സമ്മതിക്കണം, വൈദ്യന്റെ അടുത്ത് ചെല്ലണം. ആ മനോഭാവം, കർത്താവേ എനിക്ക് ദീനമുണ്ട്, എനിക്ക് സൗഖ്യം വേണം എന്ന് പറയുന്ന മനോഭാവം, ആ മനോഭാവമാണ് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. വളരെ കാര്യങ്ങൾ നീ പറഞ്ഞാൽ കൊള്ളാം, എന്നാൽ ഞാൻ മുമ്പോട്ട് പോകണമല്ലോ. എൻ്റെ സൗരസ്വന്മാരെ, ഈ കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ നാം പ്രാരംഭത്തിൽ ഓർത്തതുപോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനോഭാവത്തിലൊരു മാറ്റം വരണമേ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ വേണം നമുക്കിത് പഠിക്കുവാൻ. നാം ഈ ആദ്യത്തെ ഭാഗ്യപ്രസ്താവന പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചിന്ത എന്താണ്? കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം എനിക്ക് തരണമേ. നിന്റെ നിലവാരത്തിൽ നിന്ന് എന്തുമാത്രം താണാണ് ഞാൻ ജീവിക്കുന്നത്. നീ എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന അളവിലേക്ക് ഉയരുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ദ അൺക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ ഇൻ മീ, എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിൻ സ്വഭാവത്തിന് അനുരൂപപ്പെടാത്ത സ്വഭാവം, അത് കണ്ട് ഞാൻ ദുഃഖിക്കുന്നു. കർത്താവേ, എന്നെ സഹായിക്കണമേ. ദരിദ്രന് ഒന്നുമില്ലാതെ വരുമ്പോൾ അവൻ ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി കൈ നീട്ടും, വല്ലതും തരണേ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ആത്മാവിലെ നമ്മുടെ ദാരിദ്ര്യം നാം മനസ്സിലാക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ ചെന്ന് നാം കൈ നീട്ടുന്നത്. നീ എന്നെ സഹായിക്കണം കർത്താവേ. ഇന്ന് രാവിലെ നാം ഇത് പഠിക്കുമ്പോൾ ഈ മനോഭാവം നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. രക്ഷിക്കപ്പെടാത്തവർക്ക് ഈ മനോഭാവം വേണം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി നമുക്കും ഈ മനോഭാവം വേണം. എന്താ അത്? എൻ്റെ കുറവുകൾ, എൻ്റെ പരാജയങ്ങൾ, എൻ്റെ ആത്മീയ പാപ്പരത്വം, അത് ഞാൻ കാണുന്നു. വളരെ കുറവെനിക്കുണ്ട്, കർത്താവേ എന്നെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, ആ മനോഭാവം നാം പുലർത്തുമെങ്കിൽ ആത്മീകമായി ദൈവം നമ്മെ സഹായിക്കും, ആത്മീകമായി നമ്മെ ഉയർത്തും. രണ്ടാമത്തെ മനോഭാവം എന്ന് പറയുന്നത് കർത്താവ് 4-ാം വാക്യത്തിൽ പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ, എന്തിനാ ദുഃഖിക്കുന്നത്? നാം ചിന്തിച്ചു വരുന്ന ക്രമം വെച്ച് നോക്കിയാൽ ആത്മാവിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആഴമേറിയ ബോധ്യം ഉണ്ടാകുമ്പോൾ അത് ദുഃഖത്തിലേക്ക് നയിക്കും. സെൻസ് ഓഫ് ദ പോവർട്ടി ഓഫ് സ്പിരിറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ലീഡ് us to a state of sorrowing or mourning. കരയുന്നവർ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തിനെക്കുറിച്ച് വിലപിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്? ആത്മാവിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് വിലപിക്കുന്ന കാര്യമാണ്. പാപത്തെക്കുറിച്ചും ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചും ആഴമായി ദുഃഖിക്കുന്ന അനുഭവം. നമുക്ക് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലെ ആ ഭാഗമൊന്ന് വായിച്ചു നോക്കാം. അവിടെ ഈ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, 9-ഉം 10-ഉം നമുക്കൊന്ന് വായിക്കാം. ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അടുത്ത വാക്യത്തിൽ, 11-ാം വാക്യത്തിൽ, ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ച് ഉള്ള ആഴമേറിയ ദുഃഖം, മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദുഃഖം, അതാണ് ശരിയായ ദുഃഖം. ഈ ലോകത്തിൽ മനുഷ്യൻ വേറെ അനേക കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ട്. എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല, കിട്ടേണ്ട പണം കിട്ടിയില്ല, എന്നെ ചിലർ മാനിച്ചില്ല, എന്നെ ആദരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ദുഃഖിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ ഭാഗ്യവാന്മാരാണെന്നല്ല കർത്താവ് പറഞ്ഞത്. ഇവിടെ ദുഃഖിക്കുന്നവരെന്ന് പറയുന്നത് ആത്മാവിലെ ദാരിദ്ര്യം കണ്ട് ദുഃഖിക്കുന്നവരുടെ കാര്യമാണ്. പാപത്തെക്കുറിച്ച്, ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് ദുഃഖിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെയും കുറവുകളെയും നമ്മൾ ഏറ്റുപറയാറുണ്ട്. എന്നാൽ ഏറ്റുപറയുക മാത്രമേ ഉള്ളൂ, നാം അതിനെക്കുറിച്ച് വാസ്തവമായി ദുഃഖിക്കുന്നുണ്ടോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ കുറവുകൾ അടിക്കടി വരുന്നല്ലോ, എൻ്റെ കോപത്തെ എനിക്ക് ജയിക്കാൻ സാധിക്കുന്നില്ലല്ലോ, നീ എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരുവാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. അതിനെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിൽ മാത്രമേ ഉള്ളൂ, അതോ അതിനെക്കുറിച്ചുള്ള ആഴമായ ദുഃഖം നമുക്കുണ്ടോ? ആ ദുഃഖം നമുക്കുണ്ടെങ്കിൽ കർത്താവിയുടെ വാക്യത്തിൽ പറയുന്നത് അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന. They shall be comforted.
അവിടെ കംഫർട്ട് എന്നുള്ള വാക്ക് സ്ട്രെങ്തൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബലപ്പെടുത്തപ്പെടുമെന്നാണ്. അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞാൽ സാരമില്ല പോട്ടെ എന്നവരോട് പറയുമെന്നല്ല. അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തെ ഓർത്ത് അവർ ദുഃഖിക്കുന്നുവോ, ഏത് വീഴ്ചയെ, പാപത്തെ, പരാജയത്തെ ഓർത്ത് അവർ ദുഃഖിക്കുന്നുവോ, ആ കാര്യത്തിൽ വിജയം ലഭിക്കത്തക്കവണ്ണം കർത്താവ് അവരെ ശക്തിപ്പെടുത്തുമെന്നാണ് പറയുന്നതിന്റെ അർത്ഥം. So when you mourn over your sin, the Lord will comfort you. That means the Lord will give you sufficient strength to have victory over that sin for which you are mourning. ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ബോധം, 2 അതിനെക്കുറിച്ചുള്ള ആഴമേറിയ ദുഃഖം അത് നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും. തിരുവെഴുത്തിൽ വേറെയും ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവജനത്തിന്റെ പാപത്തെ കണ്ട് ക്രിസ്തു ദുഃഖിച്ച കാര്യം ലൂക്കോസ് 19:41 പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെറിയൊരു തെറ്റുണ്ട്. ആ ലൂക്കോസ് 9:41 നോട്ടിൽ, അത് ഞാൻ എഴുതിയിൽ വന്ന തെറ്റാണ്. അത് 19:41. നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. ലൂക്കോസ് 19:41, 9:41 അല്ല, 19:41 ആണ്. അതുപോലെ എസ്ര, നെഹമ്യാവ്, ദാനിയേൽ, യെരമ്യാവ് ഇവരുടെയൊക്കെ പ്രാർത്ഥനകൾ, ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം, എസ്രയുടെ പുസ്തകം 9, നെഹമ്യാവ് 9, ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ, യെരമ്യാവിന്റെ പുസ്തകം ഇതൊക്കെ വായിക്കുമ്പോൾ ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള പാപത്തെ ഓർത്ത് ആഴമേറിയ നിലയിൽ ദുഃഖിക്കുന്ന പ്രവാചകന്മാരെ, ദൈവദാസന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഫിലിപ്പ് ലേഖനം 3:18 പൗലോസ് പറയുന്നുണ്ട്, ക്രൂശിന്റെ ശത്രുക്കളായി ചിലർ നടക്കുന്നുവെന്നോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദുഃഖത്തിന് വലിയ സ്ഥാനമുണ്ട്. ഏത് തരം ദുഃഖത്തിന്? എന്നെ മാനിച്ചില്ല, വിളിച്ചില്ല എന്നുള്ള ദുഃഖത്തിനല്ല, പിന്നെ നമ്മുടെ കുറവുകളെ കുറിച്ചുള്ളതായ ഓർത്തുള്ള ദുഃഖം, മറ്റുള്ളവരുടെ പാപത്തെ ഓർത്ത്, ദേശത്തിന്റെ പാപത്തെ ഓർത്ത്, ദൈവജനത്തിന്റെ പാപത്തെ ഓർത്തുള്ള ദുഃഖം. പ്രിയപ്പെട്ടവരെ, അതാണ് ശരിയായ ദുഃഖം. അങ്ങനെയുള്ള ദുഃഖം നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തും, അവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്നാണ് ഈ വാക്യത്തിൽ കർത്താവ് പറയുന്നത്. അടുത്തതായിട്ട് നാം വായിക്കുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യത എന്നുള്ളത് താഴ്മയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ സൗമ്യതയും താഴ്മയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. താഴ്മയെന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് തന്നെ ചെറിയ ചിന്തയുള്ളവനായിരിക്കുക, വിനയമുള്ളവനായിരിക്കുക. എന്നാൽ സൗമ്യത എന്ന് പറയുന്നത് അല്പം വ്യത്യാസമുള്ള കാര്യമാണ്. സൗമ്യത എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അക്ഷരാർത്ഥം നിയന്ത്രണ വിധേയമായി നിർത്തുക എന്നാണ് അതിന്റെ ആശയം. ഈ വാക്ക് മനസ്സിലാക്കാനായിട്ട് സാധാരണ പറയുന്നൊരു ഉദാഹരണമുണ്ട്. കുതിരകളെ ആദ്യം അതിന് പുറത്ത് കയറി ഓടുന്നതിന് മുൻപ് അത് വളരെ ഹുങ്കും പ്രതാപവുമുള്ളതാണ്. അതിനെ അടക്കാൻ എളുപ്പമല്ല. എന്നാൽ ആ കുതിരകളെ ചട്ടം പഠിപ്പിക്കുക, നമ്മുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ, അല്ലെങ്കിൽ മെരുക്കുക, അതിന്റെ ശക്തി നിയന്ത്രണ വിധേയമാക്കുക. ഇംഗ്ലീഷിൽ അതിനെ ബ്രേക്കിംഗ് എ ഹോഴ്സ് എന്നാണ് പറയുന്നത്. ബ്രേക്കിംഗ് എ ഹോഴ്സ്, ദാറ്റ് മീൻസ് യു ആർ ബ്രേക്കിംഗ് ദ പവർ, ദി അറോഗൻസ് ഓഫ് ദാറ്റ് ഹോഴ്സ്. ആ കുതിരയുടെ ഹുങ്ക്, അതിൻ്റെ ആ നിയന്ത്രണത്തിന് വിധേയപ്പെടാത്ത ഒരു മനസ്സ്, മനോഭാവം, ആ നില, അതിനെ തകർക്കുകയാണ്. ആ വാക്കാണ് ഇവിടെ സൗമ്യത എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്ന ആനയുടെ കാര്യമാണ്, കുതിരയുടെ കാര്യമല്ല. ആനയെ പിടിക്കുമ്പോൾ വലിയ ശക്തിയാണ് ആനയ്ക്ക്, വൈൽഡാണ് ആന. എന്നാൽ ആനയെ നാട്ടിൽ കൊണ്ട് നടക്കണമെങ്കിൽ ആനയുടെ ശക്തി നിയന്ത്രണ വിധേയമാക്കണം. ആനയുടെ ശക്തി ഇല്ലാതാക്കുകയല്ല, ആനയുടെ ശക്തി നിയന്ത്രണ വിധേയമാക്കുകയാണ്. അപ്പോൾ സൗമ്യത എന്നുള്ള വാക്കിന്റെ അർത്ഥം നിയന്ത്രണ വിധേയമാക്കുക. Meekness means to bring under control, keep under control, നിയന്ത്രണത്തിന് കീഴിൽ നിർത്തുക. അതാണ് ഈ വാക്കിന്റെ യഥാർത്ഥ ആശയം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രായോഗികമായ ആപ്ലിക്കേഷൻ? എതിർക്കുവാൻ ശക്തി ഉണ്ടായിട്ടും തിരിച്ചടിക്കാൻ എനിക്ക് കഴിവുണ്ടായിട്ടും ആ കഴിവ് ഞാൻ മനഃപൂർവം നിയന്ത്രണ വിധേയമായി വെക്കുന്നു എന്നാണ് ഇതിന്റെ ആശയം. നമ്മുടെ കർത്താവിന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, ശത്രുക്കളോട് എതിർക്കുവാൻ കർത്താവിന് ശക്തി ഉണ്ടായിരുന്നിട്ടും മനഃപൂർവമായ ആ ശക്തിയെ നിയന്ത്രണ വിധേയമായി കർത്താവ് നിർത്തി.
1 പത്രോസ് 2 നമ്മൾ വായിക്കുന്നുണ്ട്, ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിച്ചു. നമ്മൾ സാധാരണ പാടുന്ന, ഞായറാഴ്ചയൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ട്, തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ എന്നുള്ള സൈമൺ സാറിന്റെ പാട്ട്. ആ പാട്ടില് പേശിപ്പുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടും പൊഴുതും വാശിക്കധീനമായി തീർന്നില്ല നിന്റെ ഹൃദയം എന്നൊരു വരിയുണ്ട്. അതിന്റെ അടുത്ത വരി എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ. അപ്പൊ അതിൽ ഏതാ സൗമ്യമാം സ്വഭാവം? മോളിലത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. പേശിപ്പുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടും പൊഴുതും എന്നിട്ടും നിന്റെ ഹൃദയം വാശിക്ക് അധീനമായി തീർന്നില്ല. അതാണ് സൗമ്യമാം സ്വഭാവം എന്ന് പറയുന്നത്. അതാണ് സൗമ്യതയുടെ വാസ്തവത്തിലുള്ള അർത്ഥം. ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും സൗമ്യനായിരുന്ന ഒരാളാണ് മോശ എന്ന് സംഖ്യാപുസ്തകം 12:3 നാം വായിക്കുന്നുണ്ട്. മോശയുടെ സൗമ്യത വെളിപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. മോശയ്ക്ക് വിരോധമായ ആളുകൾ വഴക്കുണ്ടാക്കിയപ്പോൾ തൻ്റെ അധികാരം ഉപയോഗിച്ച് അവരെ അടിച്ചു താഴെയിടുന്നതിന് പകരം ദൈവസന്നിധിയിൽ പോയി വീണ് കിടക്കുന്നൊരു മോശ, തൻ്റെ അധികാരത്തെ നിയന്ത്രണത്തിന് കീഴിൽ വെക്കുന്നൊരു മോശ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സൗമ്യതയുള്ളവരെന്ന് പറയുന്നത് പിടിച്ചു പറിക്കുവാൻ, പിടിച്ചു പറ്റുവാൻ, പിടിച്ചുകൊള്ളുവാൻ അവകാശമുണ്ടായിട്ടും മനഃപൂർവമായി ആ അവകാശം, അധികാരം ഉപയോഗിക്കാതെ ന്യായമായി വിധിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ കാര്യം പരമേൽപ്പിക്കുന്ന മനോഭാവത്തിനാണ് സൗമ്യത എന്ന് പറയുന്നത്. Meekness is, though you have the power, though you have the right to avenge, to do things, you deliberately keep that power under control and refuse to retaliate. You have the right to retaliate, but you refuse to retaliate, deliberately keeping your power under control. തിരിച്ചടിക്കുവാൻ ശക്തി ഉണ്ടായിരുന്നിട്ടും, അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പേടിയായോണ്ടല്ല, തിരിച്ചടിക്കാൻ ശക്തി ഉണ്ടായിരുന്നിട്ടും മനഃപൂർവ്വമായി തിരിച്ചടിക്കണ്ട എന്ന് വെച്ച് കാര്യങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുന്ന അനുഭവം. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ളവർ ഭൂമിയെ അവകാശമാക്കും എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ വായിക്കേണ്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമുണ്ട്. അബ്രഹാമും ലോത്തും തമ്മിലുള്ള വിഭജനം. അവിടെ അബ്രഹാം ഈ മനോഭാവം കാണിച്ചു. അബ്രഹാമാണ് സീനിയർ, തനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, നല്ല ദേശം ഞാൻ തിരഞ്ഞെടുക്കുകയാണ്, ബാക്കി നീ എടുത്തോ എന്ന് പറയാം. എന്നാൽ അബ്രഹാം എന്താ ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിനക്കിഷ്ടമുള്ളത് നീ ആദ്യം തിരഞ്ഞെടുത്തു, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ എടുത്തോളാം. ആ മനോഭാവമാണ് സൗമ്യത. തനിക്ക് ആദ്യം തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടായിരുന്നിട്ടും മനഃപൂർവ്വം അങ്ങനെ ചെയ്യണ്ട എന്ന് വെച്ച് ആ അവകാശം വിട്ടുകൊടുത്തു. അപ്പൊ അബ്രഹാമിന് എന്ത് സംഭവിച്ചു? അതിന്റെ താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ലോത്ത് അബ്രഹാമിനെ പിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ തലപൊക്കി 4 പാടും നോക്കുക, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാൻ പോകുകയാണ്. നീ സൗമ്യതയുള്ളവനായിരുന്നുകൊണ്ട് നീ ഭൂമിയെ അവകാശമാക്കുവാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും തിരിച്ചെഴുതാനോ തിരിച്ചു പറയാനോ തിരിച്ചടിക്കാനോ ഒക്കെ നമുക്ക് അറിയാം. അതിനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ നമുക്കുണ്ട്. എന്നാലും അത് മനഃപൂർവമായി വേണ്ട എന്ന് വെച്ച് ക്രിസ്തുവിന്റെ മനോഭാവം, മോശയുടെ മനോഭാവം പുലർത്തുന്ന അവസ്ഥയാണ് സൗമ്യത എന്ന് പറയുന്നത്. അങ്ങനെ നാം ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തും? നമ്മുടെ അവകാശത്തെ ദൈവം സംരക്ഷിച്ച് നമുക്ക് നൽകിക്കൊള്ളും. ഞാനതിനെ പിടിച്ചു പറിക്കാൻ പോകാതെ അത് ന്യായമായി വിധിക്കുന്നുവെങ്കിൽ ഏൽപ്പിച്ചാൽ ദൈവം തക്ക സമയത്ത് എനിക്ക് തരേണ്ടത് തന്നുകൊള്ളും. അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് സൗമ്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം. സൗമ്യതയിൽ വിനയം, താഴ്മ എന്നുള്ള ആശയവുമുണ്ട്. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് 4-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും. അവിടെ പറയുന്നത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്ന. നല്ല പല ആശയങ്ങൾ ഈ വാചകത്തിലുണ്ട്. നമുക്കിന്നിങ്ങനെ പറയാം. 1 കൊരിന്ത്യർ 1:20 പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവാണ് നമ്മുടെ നീതി എന്ന്. അവന് വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹം, കർത്താവിന് വേണ്ടിയുള്ള ആഗ്രഹം, അത് നീതിക്ക് വേണ്ടിയുള്ള വിശപ്പാണെന്ന് നമുക്ക് പറയാം. എന്നാൽ വേറൊരർത്ഥത്തിൽ നീതിയും വിശുദ്ധിയുമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹം, ഹങ്കറിങ് ആൻഡ് തേഴ്സ്റ്റിംഗ് ഫോർ ക്രൈസ്റ്റ് ഹു ഈസ് അവർ റൈച്ചസ്നെസ്. That is number 1. Number 2, hungering and longing for a life that pleases God, a holy life, a righteous life. നീതിയും വിശുദ്ധിയുമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹം.
ഇവിടുത്തെ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ. ഒരേ കാര്യത്തിന് വേണ്ടി തന്നെ വിശക്കുകയും ദാഹിക്കുകയുമാണ്. നമ്മൾ സാധാരണ ഒരു കാര്യത്തിന് വേണ്ടി വിശക്കുകയും മറ്റൊന്നിനു വേണ്ടി ദാഹിക്കുകയുമാണ്. വെള്ളം കുടിക്കാൻ ദാഹിക്കും, ചോറുണ്ണാൻ വിശക്കും. രണ്ടും ഒരുമിച്ച് പറയാറില്ല. ഒരേ കാര്യത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും എന്ന് പറയാറില്ല. എന്നാൽ ഇവിടുത്തെ പ്രയോഗം ശ്രദ്ധിക്കുക. നീതിക്ക് വേണ്ടി തന്നെ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? That shows the intensity of your desire, hungering and thirsting for the same thing. ഒരേ കാര്യത്തിന് വേണ്ടി വിശക്കുക ദാഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്കടമായ ആഗ്രഹത്തെ അത് കാണിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആഴമേറിയ വാഞ്ചയെ അത് കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കതുണ്ടോ? കർത്താവിന് വേണ്ടിയുള്ള വാഞ്ച, നീതിയായും വിശുദ്ധിയായും ഭക്തിയായും ദൈവത്തെ പ്രസാദിപ്പിച്ചുമുള്ള നിലയിൽ ജീവിക്കണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം. ആ ആഗ്രഹം നമുക്കുണ്ടോ? ആ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന വാഗ്ദത്തം ദൈവം തൃപ്തിപ്പെടുത്തും എന്ന് എബ്രായർ 11:6 പറഞ്ഞിട്ടുണ്ട്. അവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവല്ലോ. ഇംഗ്ലീഷിൽ he is a rewarder of them who diligently seek him. Hebrews 11:6. Those who diligently seek him. പൂർണ്ണ ഹൃദയത്തോടെ ആരെല്ലാം ആഗ്രഹിക്കുമോ അവരെല്ലാവരെയും കർത്താവ് തൃപ്തിപ്പെടുത്തും. വേറെ ചില വാക്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നീട് നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. A.W. ടോസർ പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധമായ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇങ്ങനെയാണ്: എവറി മാൻ ഈസ് ആസ് സ്പിരിച്വൽ ആസ് ഹി റിയലി വാണ്ട്സ് ടു ബി. നാം ഓരോരുത്തരും എന്തുമാത്രം ആത്മീയരാകാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും ആത്മീയരാണ്. അതാണ് ടോസർ പറഞ്ഞത്. നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താ? എനിക്ക് വളരെ ആത്മീയനാകണമെന്നുണ്ട്, പക്ഷെ ഒക്കുന്നില്ലെന്നാണ്. അപ്പൊ കുഴപ്പം ആരുടെയാണ്? കുഴപ്പം എൻ്റെ ആണോ ദൈവത്തിൻ്റെ ആണോ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഒക്കുന്നില്ല. അപ്പൊ അത് ഒക്കാതിരിക്കുന്നത് ദൈവം എന്നെ സഹായിക്കാത്തത് കൊണ്ടാണെന്നാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ. എന്നാൽ ടോസർ പറഞ്ഞു, യു ആർ ഓൾറെഡി ആസ് സ്പിരിച്വൽ ആസ് യു വാണ്ട് ടു ബി. നീ എന്തുമാത്രം ആത്മീയനാകാൻ ആഗ്രഹിക്കുന്നോ അത്രയും ആത്മീയനാണ് നീ. അപ്പൊ എൻ്റെ ആത്മീയ നിലവാരം 100-ൽ 30 ആണെങ്കിൽ 90 ആകാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് 30 കിട്ടിയതല്ല, എനിക്ക് 30 ആയാൽ മതി, അതുകൊണ്ടാണ് എൻ്റെ 30. വേറൊരാളുടെ ആത്മീയ നിലവാരം 80 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ അത്രയ്ക്ക് അതിനു വേണ്ടി വാഞ്ചിച്ചു എന്നാ. എന്നെ പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്വം നമ്മുടെയാ. നമുക്ക് ഈ വാഞ്ച ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം സത്യസന്ധമായി കർത്താവേ ഇങ്ങനെ ഒരു വാഞ്ച എനിക്കില്ല എന്നെങ്കിലും സമ്മതിക്കാൻ നമുക്ക് സത്യസന്ധമായി സാധിക്കണം. യു ആർ ഓൾറെഡി ആസ് സ്പിരിച്വൽ ആസ് യു വോണ്ട് ടു ബി. എന്തുമാത്രം ആത്മീയനാകണമെന്ന് നീ വാസ്തവമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ അത്രയും ആത്മീയനാണ് നീ ഇപ്പോൾ. കൂടുതൽ ആത്മീയത്വം നിനക്കില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിനുവേണ്ടി ആഗ്രഹിക്കേണ്ടതുപോലെ ആഗ്രഹിച്ചില്ലെന്നാണ്. ഒരു വിദ്യാർത്ഥി പറയാന്ന് വിചാരിക്കുക, ഓ ഐ വിഷ് ഇഫ് ഐ കുഡ് ഗെറ്റ് എ ഫസ്റ്റ് റാങ്ക്. എനിക്ക് 1ാം റാങ്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും 1ാം റാങ്ക് കിട്ടുമോ? എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുമോ? കിട്ടുകയല്ല. 1ാം റാങ്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതുപോലെ അധ്വാനിക്കണം, അതുപോലെ കഷ്ടപ്പെടണം, അതുപോലെ ഉറക്കളയ്ക്കണം, അതുപോലെ വെളുപ്പിന് എഴുന്നേക്കണം. നിന്റെ പാഠം നീ അതുപോലെ പഠിക്കണം. നിന്റെ ആ പ്രവൃത്തിയാണ് നിനക്ക് ഉത്കടമായ വാഞ്ചയുണ്ടെന്ന് തെളിയിക്കുന്നത്. നമ്മളിൽ പലരും ആദ്യം പറഞ്ഞ വിദ്യാർത്ഥിയെ പോലെയാ, ഐ വിഷ് ഇഫ് ഐ വർ മോർ സ്പിരിച്വൽ. കുറച്ചുകൂടി ആത്മീയനായിരുന്ന കൊള്ളായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിഷ് ചെയ്തുകൊണ്ട് ആരും ആത്മീയരാകുകയില്ല. അങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും റാങ്ക് കിട്ടിയേനെ. കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് റാങ്ക് കിട്ടിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ ആർക്കും കിട്ടത്തില്ല. നിനക്ക് വാസ്തവമായ ആഗ്രഹമുണ്ടെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തെ നീ അതനുസരിച്ച് ക്രമീകരിക്കുകയാണ്. നീ ദൈവത്തോട് നിലവിളിക്കുകയാണ്, നീ ദൈവത്തോട് യാചിക്കുകയാണ്. എനിക്ക് കൂടുതൽ ആത്മീയനാകണം, കൂടുതൽ ആത്മീയ വെളിച്ചം വേണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ വിശുദ്ധി വേണം. അതിനായിട്ടുള്ള ആഗ്രഹം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ അനേക നാളുകൾ മഴ പെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വയലുകളെല്ലാം വിണ്ട് കീറും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഭൂമി ഇങ്ങനെ വിണ്ട് കീറിയിരിക്കുന്നത്. അനേക നാളുകൾ മഴയില്ലാതെ ഇരിക്കുമ്പോൾ വയലുകൾ ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെയും മഴ കിട്ടാതെ വരുമ്പോൾ ഭൂമി ഇങ്ങനെ വിണ്ട് കീറും. ആ വിണ്ട് കീറിയിരിക്കുന്ന
പാർച്ച്ഡ് സോയിൽ. അതെന്താ കാണിക്കുന്നതെന്നറിയാമോ? വിണ്ട് കീറിയിരിക്കുന്ന ഭൂമി കാണിക്കുന്നത്, അയ്യോ മഴയില്ലാതെ വെള്ളമില്ലാതെ ഞങ്ങൾ നശിക്കുന്നേ, സ്വർഗമേ ഒരു തുള്ളി വെള്ളമെങ്കിലും ഞങ്ങളുടെ മേലൊന്ന് പെയ്യിക്കണമേ എന്നുള്ള ഭൂമിയുടെ നിലവിളിയുടെ അടയാളം. We are dying of thirst for lack of water. Oh heavens, please send your rain upon us. ആ നിലവിളിയാണ് ഭൂമിയുടെ വിണ്ടുകീറൽ. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ, ആർ there cracks in our heart? നമ്മുടെ ഹൃദയം വിണ്ടുകീറിയിരിക്കുന്നുണ്ടോ? ഭക്തിയുള്ള ജീവിതത്തിന് വേണ്ടി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിന് വേണ്ടി, വിശുദ്ധമായ നീതിയായ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹത്താൽ, നിലവിളിയാൽ നമ്മുടെ ഹൃദയം വിണ്ടുകീറിയിരിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിൽ വിള്ളലുകൾ ദൈവം കണ്ടാൽ, ദൈവത്തിന് വാഗ്ദത്തമുണ്ട്, ആഗ്രഹിക്കുന്ന ആത്മാവിനെ അവൻ തൃപ്തിപ്പെടുത്തും. മരുഭൂമിയിൽ അവൻ ജലപ്രളയം അയക്കും, വെള്ളമില്ലാത്ത ദേശത്ത് അവൻ മഴയെ പെയ്യിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ദാരിദ്ര്യം, അതിനെക്കുറിച്ചുള്ള ദുഃഖം, സൗമ്യത, മാത്രമല്ല നീതിയായും വിശുദ്ധിയായും ജീവിക്കുവാൻ നമ്മുടെ നീതിയായ കർത്താവിന് വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹവും പ്രാർത്ഥനയും ഈ രാവിലെ ആ വാഞ്ചയോടുകൂടെ നമുക്ക് പിരിഞ്ഞു പോകാം. ആ വാഞ്ചയില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നമുക്ക് ഇങ്ങനെ പറയാം, കർത്താവേ ആ വാഞ്ച എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്നവനാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഈ പാഠങ്ങൾ നാം പഠിക്കുമ്പോൾ ഈ മനോഭാവങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹവും പ്രയോജനവുമായി തീരട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.